ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ എക്സസൈസ് 1.1ലെ ഫോർത്ത് ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഗിവൺ ദാറ്റ് HCF ഓഫ് 306 657 ഈക്വൽ ടു 9, ഫൈൻഡ് LCM ഓഫ് 306 ആൻഡ് 657. HCF തന്നിട്ടുണ്ട്, അതിൽ നിന്നും LCM കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. ഇവിടെ HCF ഈക്വൽ ടു 9 ആണ്. നമ്പേഴ്സ് 306 ആൻഡ് 657. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ HCF LCM തമ്മിലുള്ള ബന്ധം, അതായത് HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 306 ഇൻറ്റു 657 ആണ്. അതിൽ നമുക്ക് HCF അറിയാം. ഇവിടെ HCFിൻ്റെ പകരം നമുക്ക് 9 എന്ന് കൊടുക്കാം. 9 ഇൻറ്റു LCM ഈക്വൽ ടു ഈ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട LCM ആണ്. അപ്പോൾ LCM ഈക്വൽ ടു ഇതിൻ്റെ പ്രൊഡക്റ്റ് ഇൻറ്റു 657 ഡിവൈഡഡ് ബൈ 9. ഇതിനെ ഈ 9നെ ലെഫ്റ്റ് സൈഡിലുള്ള 9നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഡിവൈഡ് ബൈ 9 അപ്പോൾ ഈക്വൽ ടു ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് LCM കിട്ടും. അപ്പോൾ ഇവിടെ 22,338 ആണ് ഇതിനെ സോൾവ് ചെയ്താൽ കിട്ടുന്നത്. സോൾവ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് HCF ഇൻറ്റു LCM ആണ് പ്രോഡക്റ്റ്. അപ്പോൾ LCM കാണാൻ വേണ്ടി പ്രോഡക്റ്റിനെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് നമുക്ക് LCM ഈക്വൽ ടു 22,338 എന്ന് കിട്ടി. ഇതിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ 6n ക്യാൻ എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ n. ചെയ്ത് നോക്കാം. ഇഫ് എ നമ്പർ ends with digit 0, then the prime factorization of the number must contain the factors of 10 as 2 into 5. ഇവിടെ 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ ഇതിനെ പ്രൈം ഫാക്ടേഴ്സ് നടത്തുമ്പോൾ ആ നമ്പർ 10ന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. 10ന്റെ ഫാക്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 into 10 ഒഴിവാക്കാം. നമുക്ക് 2 into 5 എന്ന രീതിയിൽ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ട ഇതിൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടേണ്ട നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 6n നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ അപ്പോൾ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ, അതായത് 6n ഈക്വൽ ടു നമുക്ക് 6നെ എടുക്കാൻ പറ്റുന്നത് 2 into 3 എന്ന് പറയും. അപ്പോൾ 6n ഈസ് ഈക്വൽ ടു നമുക്ക് 2 into 3 all raised to n എന്ന് എടുക്കാം. അത് ഈക്വൽ ടു 2 raised to n into 3 raised to n ആണ് കിട്ടുക. അപ്പോൾ അത് എന്തായാലും 2 into 5 എന്നുള്ളതിൻ്റെ ആ ഫോമിലല്ല ഉള്ളത്. 0 നമുക്ക് എൻഡ് വിത്ത് ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 into 5 എന്ന രീതിയിൽ ഫാക്ടേഴ്സ് കിട്ടണം. ഇവിടെ 2 raised to n into 3 raised to n ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 6 raised to n കിട്ടണം. അപ്പോൾ സിൻസ് it does not contain the factors of 10 as 2 into 5, thus 6 raised to n cannot end with the digit 0 for any natural number n. അപ്പോൾ ഇവിടെ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 6 raised to n ഒരിക്കലും 0യിൽ എൻഡ് ചെയ്യില്ല. ചെക്ക് വെദർ 6 raised to n ക്യാൻ എൻഡ്സ് വിത്ത് ദ ഡിജിറ്റ്സ് 0 ഫോർ n നാച്ചുറൽ നമ്പേഴ്സ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ n എന്നൊരു നാച്ചുറൽ നമ്പറിന് 6 raised to n എന്നുള്ള രീതിയിൽ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് 0യിൽ എൻഡ് ചെയ്യൂല. ഇതിലെ സിക്സ്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ 7 into 11 into 13 plus 30 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 7 into 11 into 13 plus 13 ആണ് ഈക്വൽ ടു നമുക്ക് ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ഇവിടെ 7 into 11 into 13 ആണ്. അപ്പോൾ ഇതൊരു ഒറ്റ ടേമാണ്. ഈ ടേമിൽ 13 ഉണ്ട്, അതുപോലെ പ്ലസ് 13 ഈ ടേമിൽ 13 ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള 13നെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 13 ഇൻറ്റു അവിടെ 7 into 11 into 1 ആണ്. ഈ 13 പോയി.
പ്ലസ് ഈ ടേമിൽ ഒരു 13 ഉണ്ട്. അപ്പോൾ അതിലെ 13 പുറത്തേക്ക് പോയാൽ ബാക്കിയുള്ള ഇവിടെ ഒരു 1 ഈക്വൽ ടു 13 ഇൻറ്റു 7 ഇൻറ്റു 11 77 പ്ലസ് 1 78 ഈക്വൽ ടു. അതിനെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഇല്ലെങ്കിലും ഇവിടെ 2 ഫാക്ടേഴ്സ് കിട്ടി. 13 ഇൻറ്റു 78 നമുക്ക് 13 ഇൻറ്റു 6 നോക്കാം. ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ 1014 ആണ് കിട്ടുക. ഈ ആൻസർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിവിടെ ഈ നമ്പറിന്, അതായത് ഈ 1014 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 13 ഇൻറ്റു 13 ഇൻറ്റു 6 എന്ന് കിട്ടി. അതായത് ഇറ്റ് ഹാസ് ഫാക്ടർ അതർ ദാൻ 1 ആൻഡ് ഇറ്റ് സെൽഫ്. 1 ആൻഡ് ഇറ്റ് സെൽഫ് അത് തന്നെ കിട്ടുന്നതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ അതിൽ കൂടുതൽ നമുക്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇവിടെ 13 ഇൻറ്റു 13 ഇൻറ്റു 6 ഉണ്ട്. 1 അല്ലാതെ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് നമുക്ക് വേറെ ഉണ്ട്. therefore it is a composite number, പ്രൈം നമ്പർ അല്ല. ഇതേപോലെ അടുത്ത നമ്പർ ഇത് മായ്ക്കാതെ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. അത് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5. ഇതേപോലെ തന്നെ ഇത് മൊത്തം ഒരു ടേമാണ്. ഇവിടെ 5 എന്നുള്ള ഒരു ടേം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈക്വൽ ടു 5നെ പുറത്തേക്ക് എടുക്കും. 5 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് ഈ 5 പോയി. ഇവിടുത്തെ ഈ 5 ഇല്ല. ഈ 5 ഒന്ന് പുറത്തേക്ക് എടുത്തു. അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ അത് മായ്ക്കുന്നില്ല, വെട്ടിക്കളഞ്ഞ് അവിടെ വെച്ചേക്കും. പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്. ഈക്വൽ ടു നമുക്കിവിടെ 5 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇത് 1008 പ്ലസ് 1 എന്നാണ് കിട്ടുക. ഈക്വൽ ടു 5 ഇൻറ്റു 1009 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ തന്നെ ഇതിനെ വീണ്ടും നമുക്ക് ഫാക്ടേഴ്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നെ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഇറ്റ് ഹാസ് ഫാക്ടർ അതർ ദാൻ 1 ആൻഡ് ഇറ്റ് സെൽഫ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും മറ്റു ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രൈം നമ്പർ അല്ല. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇതിലെ 7th ക്വസ്റ്റ്യൻ. ദർ ഈസ് എ സർക്കുലർ പാത്ത് അറൗണ്ട് എ സ്പോർട്സ് ഫീൽഡ്. സോണിയ ടേക്സ് 18 minutes to drive 1 round of the field, while Ravi takes 12 minutes for the same. Suppose they both start at the same point and at the same time and go in the same direction. After how many minutes will they meet again at the starting point? ചെയ്ത് നോക്കാം. ഇവിടെ ഫിഗറിൽ നോക്കുക, സർക്കുലർ പാത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 പേരും പുറപ്പെട്ടു. അപ്പോൾ ഒരാൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും വീണ്ടും കറങ്ങി ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് കടന്ന് വീണ്ടും ഇങ്ങനെ സർക്കുലർ പാത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾ പോകുന്നത് സോണിയ ടേക്സ് 18 minutes ടു ഡ്രൈവ് 1 round. അപ്പോൾ സോണിയ 18 മിനിറ്റ് എടുക്കുന്നു ഒരു റൗണ്ട് പോകാൻ. അപ്പോൾ രവി ടേക്സ് 12 minutes ഫോർ ദ സെയിം. അപ്പോൾ രവി 12 മിനിറ്റ് കൊണ്ട് ഇത് കടന്നുപോയി. അപ്പോൾ അതിൻ്റെ പുറകെയാണ് സോണിയ വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവർ മീറ്റ് ചെയ്യും. കാരണം രവി മുന്നിൽ പോകുന്നു, സോണിയ പുറകെ വരുന്നു. അപ്പോൾ രവി അടുത്ത റൗണ്ട് വീണ്ടും ഈ സോണിയേക്കാളും കൂടുതൽ ഒരു റൗണ്ട് 1-2 റൗണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഏതെങ്കിലും പോയിന്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യും. അതാണ് നമുക്ക് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അത് സാധാരണ ചിന്തിച്ചാൽ ഈ 2 നമ്പറിനും കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ നമ്പറിൻ്റെ LCM തന്നെ ആയിരിക്കും. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, അപ്പോൾ ഓരോരുത്തരും ടൈമാണ്, നമുക്ക് സമയമാണ് തന്നേക്കുന്നത്. അപ്പോൾ എത്ര മിനിറ്റ് കഴിഞ്ഞാൽ, അതായത് ഇവർക്ക് കോമൺ ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ്, അത് ഈ 18 മിനിറ്റ്സിൻ്റെയും ഈ 12 മിനിറ്റ്സിൻ്റെയും കൂടെ LCM ആയിരിക്കും ഇവർ കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ്. Since Sonia takes 18 minutes to complete 1 round of circular path and Ravi takes 12 minutes to complete 1 round of circular path, the required minutes that they will meet again starting point is LCM of 18 and 12. ഇവർക്ക് പല സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം. ഇവിടുന്ന് പുറപ്പെട്ടു, ഞാൻ ഇതിനെ പറഞ്ഞു, ഇവിടുന്ന് ഒരുമിച്ച് പുറപ്പെട്ടു. പക്ഷേ ഒരാൾ പുറകിലും ഒരാൾ മുന്നിലുമാണ്. അപ്പോൾ ഒരാൾ
അടുത്ത റൗണ്ടിൽ ഒരാളെ ഓവർടേക്ക് ചെയ്ത് പോവാം. അപ്പോൾ വേണമെങ്കിൽ ഈ പോയിന്റിൽ വെച്ച് അവർക്ക് മീറ്റ് ചെയ്യാം, ഈ പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യാം. അപ്പോൾ അവർ ഒരാളെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ അപ്പോൾ അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എഗെയിൻ എ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇവിടെ തന്നെ ഈ സെയിം പോയിന്റിൽ വെച്ചിട്ട് എപ്പോൾ മീറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ LCM ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്കിനി LCM കണ്ടുപിടിക്കാം. അപ്പോൾ 18 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 18 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 3 18. ഇത് ഞാൻ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി ചെയ്യുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചെറിയ നമ്പറാണ്. അതുകൊണ്ട് 18ൻ്റെ ഫാക്ടേഴ്സ് വെറുതെ ഞാനിപ്പോൾ എഴുതി ചെയ്താൽ അത് ബോറടി ആയിരിക്കും, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഇനി 18 ഉണ്ട്, അതുപോലെ 12 ഉണ്ട്. 12 നമുക്കറിയാം. 12 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. ഇനി അതിൻ്റെ LCM ഈക്വൽ ടു ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്. എന്നാൽ ഇവിടെ 2 എക്സ്ട്രാ ഉണ്ട്, ഇവിടെ 3 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഈക്വൽ ടു 36 എന്ന് നമുക്ക് കിട്ടി. Therefore, after 36 minutes, will they meet again at the starting point?